നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശത്തിൽ ആദ്യം കാണാം. ക്രൈസ്തവ സമുദായങ്ങളുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ ബി.ജെ.പി. കേക്കും ആശംസയുമായി ഇത്തവണ ബി.ജെ.പിയുടെ സ്നേഹയാത്ര. വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി.ജെ.പി. ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങി. അതേസമയം ക്രൈസ്തവ സമുദായങ്ങളുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ ബി.ജെ.പി. ഇത്തവണയും സ്നേഹയാത്ര നടത്തും. ക്രിസ്മസ് അവധിക്കാലത്ത് കേക്കും പ്രധാനമന്ത്രിയുടെ ആശംസയുമായി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവരുടെ വീടുകളിലെത്തും. സ്നേഹയാത്ര എന്ന പേരിലുള്ള ഭവന സന്ദർശനം കഴിഞ്ഞ കൊല്ലവും നടത്തിയിരുന്നു. ക്രിസ്മസ് അവധിക്കാലം മുതൽ പുതുവർഷം വരെയാണ് ഇത്തവണത്തെയും സ്നേഹയാത്ര. പുനഃസംഘടനയിൽ ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടികയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതും പരിഗണനയിലാണ്. തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ക്രിസ്ത്യൻ സഭകളുടെയും അകമഴിഞ്ഞ് പിന്തുണ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തൃശൂരിൽ സ്നേഹയാത്രയ്ക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ കോർപ്പറേഷനും തൃശൂർ നിയമസഭാ മണ്ഡലവും ഒക്കെ ലക്ഷ്യമിട്ട് ഇതിനകം തന്നെ ബി.ജെ.പി. പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ മികച്ച വോട്ട് വിഹിതമുള്ള 60ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ കണ്ണും നട്ടാണ് തന്ത്രങ്ങൾ ഒരുക്കുന്നതും. ജനറൽ സെക്രട്ടറിയായിരുന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിന്റെ ഗുണം വരും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. എല്ലാ വിഭാഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം 30 ഉയർത്താൻ കോർ കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു. ഒരു ജില്ലയിൽ ഒന്നിലധികം പ്രസിഡന്റുമാർ വരുമ്പോൾ ഭാരവാഹികളുടെ എണ്ണം കൂടുമെന്നതിനാൽ ജാതി മത സമുദായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ച് കൂടുതൽ പേരെ നേതൃത്വത്തിലെത്തിക്കാം. ഇതോടെ ഭാരവാഹിക പട്ടികയിൽ ക്രൈസ്തവർക്കും നല്ല ഇടം കിട്ടും. അതേസമയം വയനാട്ടിലെ അടക്കം ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് കേന്ദ്രം പണം ചോദിച്ചെന്നത് വ്യാജ കഥയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. കാലാകാലങ്ങളായി നടക്കുന്ന പ്രവണതയാണിത്, തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ അടക്കം ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് കേന്ദ്രം 132 കോടി 62 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പത്രവാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. വിവിധ വകുപ്പുകൾ സഹായം നൽകുമ്പോൾ അതിനുള്ള പണം നൽകണം. കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്ന പച്ചക്കള്ളം കുറെയായി തുടരുന്നുണ്ട്. ജനങ്ങളുടെ നികുതി പണമാണ് എല്ലാം. ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ പണം കൊടുക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മെക് 7 ദേശീയവിരുദ്ധ ശക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളം കേന്ദ്രത്തെ അറിയിച്ചില്ലെന്നും കെ. സുരേന്ദ്രൻ ചോദിച്ചു. 1000ഓളം യൂണിറ്റുകൾ ഉണ്ടാകുന്നതുവരെ കാത്തിരുന്നത് എന്തിനായിരുന്നെന്നും കേരള പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം എവിടെയായിരുന്നെന്നും സുരേന്ദ്രൻ ചോദിച്ചു.